ഇപ്പോൾ ബാഡ് ബോയ്സ് ഇപ്പോൾ OTT ഇറങ്ങാൻ വേണ്ടി ജനുവരി 5-ാം തീയതി OTT ഇറങ്ങും. അപ്പോൾ OTT ഇറങ്ങുമ്പോൾ അറിയാം OTT-ൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് എടുത്തേക്കണത് OTT. അത് ഞാനാ പുറത്ത് പറഞ്ഞു, മെയിനായിട്ട് സിനിമയ്ക്ക് പുറത്തോട്ടില്ല, യൂട്യൂബിൽ കണ്ടാൽ ഞാൻ ഇത്. അപ്പോൾ പിന്നെ അതിൻ്റെ സാറ്റലൈറ്റ് എടുത്തേക്കണത് നമ്മുടെ മെയിൻ ചാനലുണ്ടല്ലോ ഏഷ്യാനെറ്റ്. അപ്പോൾ ഏഷ്യാനെറ്റിൽ എടുത്തപ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അതുവഴി നമുക്ക് ഒരുപാട് TV പ്രോഗ്രാംസ് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. കാരണം അമൃതയിൽ കോമഡി മാസ്റ്റേഴ്സ് മുമ്പ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ സി കേരളത്തിൽ ബസ്സിങ് ചെയ്തു. അപ്പോൾ ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് കിട്ടാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ ഒരുപാട് ഹോട്ടൽ വ്ളോഗും ഡെസ്റ്റേഴ്സ് വ്ളോഗൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ബർത്ത്ഡേ വിഷ് കാര്യങ്ങളൊക്കെ പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ പണിക്ക് പോകുന്നില്ല എന്ന് പറയുന്നതോട് എല്ലാ ദിവസവും എനിക്ക് ഒരു 1 ഡേ പെർ ഡേ 3000 കിട്ടും. അപ്പോൾ 90,000-ലേക്ക് കടന്നു മാസം. അല്ല 40,000 കടന്നല്ലോ, 90,000. ഇപ്പൊ കൂടി. കാരണം ഒരു 3-4 പേര് 1000 രൂപ വെച്ച് വന്നു കഴിഞ്ഞാൽ 4000 ആവൂല. അപ്പൊ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 3000 കഴിഞ്ഞെന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ പണ്ട് ഞാൻ സന്തോഷ് വർക്കിയുടെ പൈസ ചോദിക്കുമായിരുന്നു, ചേട്ടാ 500 രൂപ 100 രൂപ. ഇപ്പൊ ചോദിക്കാറില്ല. ഇപ്പൊ ഇന്നലെ തന്നെ പുള്ളിക്കാൻ ഒരു ഫിൽറ്റർ കോഫി മേടിച്ചു കൊടുത്തു. ഫിൽറ്റർ കോഫി 190 രൂപയുടെ ഫിൽറ്റർ കോഫിയാ. പുള്ളി എപ്പോഴും പറയും പുള്ളി ഇവിടെ പോക്കറ്റിൽ കൈയിട്ട് ഞാൻ ജീവിക്കണെന്ന് പറയും. കാരണം ഇന്നലെ എനിക്കൊരു അവസരം കിട്ടിയതാ. പുള്ളി പറഞ്ഞു എൻ്റെ 1000 രൂപ ബാങ്കിലില്ലെന്ന് പറഞ്ഞു. 1000 രൂപ ബാങ്കിലില്ല, ഫുള്ള് ബാങ്കിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഇത് പൈസ ഉണ്ട്, ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ധനഞ്ജയിക്കൊക്കെ മേടിച്ചു കൊടുത്താറ്. പിന്നെ എന്താ പറയാനുള്ള, പിന്നെ ഇപ്പൊ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സാധനം വൈറലായിരുന്നു. കണ്ടിരുന്നു? ഏതായിരുന്നു? ഞാൻ കണ്ടില്ല. ചേട്ടൻ കണ്ടില്ലേ? ഒരു നടിമാര് ഉദ്ഘാടനം ചെയ്യുമ്പോ അവര് വൾഗറായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത ആൾക്കാർ പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ ശരീരം ഒരു ചില്ലറ താത്തു ഇങ്ങനെ അപ്പൊ ആ സാധനം ഭയങ്കരമായിട്ട് മില്യൺസ് ഓഫ് ബില്യൺസിലേക്ക് ആകണ്ടാവും. പിന്നെ ഈ സന്തോഷ് വർക്ക് ആറട്ടെണ്ണം അറിയില്ലേ? ആറട്ടെണ്ണായിട്ട് എന്താ പ്രശ്നം? ആറട്ടെണ്ണം എന്ന് പറഞ്ഞാൽ പുള്ളി റീച്ചിന് വേണ്ടി പല വൃത്തികളും പറയും. അറിയോ എന്തോ? ഈ നിളാ നമ്പ്യാരെ പറ്റി പറയാൻ പുള്ളി വരാം. മനസ്സിലായോ? നിളാ നമ്പ്യാരെ വീഡിയോസ് കാണാറുണ്ടെന്നെങ്കിൽ ഞാൻ അപ്പൊ പറഞ്ഞു പോയി എന്ന് പറഞ്ഞ പുള്ളി നിളാ നമ്പ്യാരെ കാണുമ്പോൾ എനിക്ക് അത് തോന്നുന്നു. എന്തൊക്കെ കുട്ടികളെ പുള്ളി പറയണം. പിന്നെന്താ പറയണം? കുറേ നടിമാരെ പറ്റി, നടിമാരെ കൈ പിടിക്കുമ്പോൾ സുഖം കിട്ടും എന്ന് പറയുന്നു. ഒന്നും ഇപ്പോൾ സുഖം കിട്ടണമെങ്കിൽ നമ്മള് കെട്ടിപ്പിടിക്കണം. അല്ലാണ്ട് കൈ പിടിക്കുമ്പോൾ സുഖം കിട്ടാന്ന് എനിക്ക് മനസ്സിലായോ? തണുപ്പ് കിട്ടണമെങ്കിൽ തണുപ്പ് വേണമെങ്കിൽ കെട്ടിപ്പിടിക്കണം പെണ്ണിന്, അങ്ങനെ തണുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ കൈ പിടിക്കുമ്പോൾ ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ ഒരു സുഖം കിട്ടാൻ പോലുള്ള ജസ്റ്റ് ഒരു ഫീൽ. അതിനെ പുള്ളി പറഞ്ഞത് അൽ ജോസ് പെരേര കൈ പിടിക്കുമ്പോൾ സുഖം കിട്ടുമെന്ന് പറഞ്ഞു. നമുക്ക് മറ്റേ എല്ലാ ദിവസവും ആൾക്കാർ കൈ തന്നെ അല്ല എന്താണ് ചേട്ടൻ ഷെയ്ക്കാൻ ചെയ്തു. ചേട്ടൻ സുഖം കിട്ടിയ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ സുഖം കിട്ടായിരിക്കും. നമ്മള് കയ്യിൽ ക്ലീഡില്ല. കാരണം പുള്ളിയുടെ ലൈൻ വേറെ ലൈനാണ്. ഞാനീ നമ്മുടെ അനാർക്കലി മരക്കാരല്ലേ, പുള്ളിയുടെ ഞാൻ ഇഷ്ടം പറഞ്ഞതാ ഓൺലൈനിൽ ക്രഷാണെന്ന് പറഞ്ഞാ. അപ്പൊ പുള്ളിയുടെ അമ്മാനോട് ചോദിച്ചതാണ്, നീ എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാ കുഴപ്പമില്ലട്ടോ തപാശ എടുത്തറിയും. അങ്ങനത്തെ സംഭവം ഞാൻ പറയാൻ കാരണം ഇപ്പം എൻ്റെ വീടിനടുത്ത കുറേ പേരോട് ഞാൻ ഇഷ്ടം പറഞ്ഞു. ആൻസല ജെയിംസ്, പിന്നെ ഷോണറ്റ്, പണ്ട് ഇഷ്ടം പറഞ്ഞ. അപ്പം അവർ എന്നെ അടിക്കാൻ വന്നു. കാരണം പബ്ലിക് ആൾക്കാരും പിന്നെ മേഹ കൊണ്ട് ഇഷ്ടം പറഞ്ഞപ്പോഴും അടിക്കാൻ വന്നായിരുന്നു. ആ വീട്ടുകാർ ചോദിക്കാൻ വന്നായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ ഇവിടെ ഞാൻ പറയാനുള്ള ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ തുറന്ന് പറയണോണ്ട് യാതൊരു തെറ്റും എനിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും മോശമായിട്ട് എന്താ മിസ്ബിഹേവ് ചെയ്യുകയോ എന്താ പെർമിഷൻ ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ലാണ്ട് ശരീരത്ത് പിടിക്കുക ചെയ്യുമ്പോഴാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാണ്ട് ഈ ഒരു പെണ്ണിനോട് ഇഷ്ടം തുടങ്ങി കഴിഞ്ഞാൽ അത് ഏത് പ്രായത്തിലും തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പം മാർക്കോ സിനിമ ഇറങ്ങിയിട്ട് 3-ാമത്തെ ദിവസം താങ്കൾ പോയി സിനിമ കാണണേ, എന്നിട്ടും താങ്കളുടെ പുറകെ മീഡിയാസ് വന്നിരുന്നു. അതെന്താണ് അങ്ങനെ ഒരു, താങ്കൾ വിളിച്ചിട്ട് വന്നതാണോ അതോ അവിടെ ചെന്നപ്പോ? കാരണം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ചാർട്ടർ വിളിച്ചൊരു ആൾക്കാർ വരും, ഫ്ലൈറ്റ് പിടിച്ചൊരു ആൾക്കാർ മീഡിയക്കാർ വരും. അത് വെച്ചാ പറയാ
ഇപ്പൊ എന്റെ റീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര റീച്ചാ. സന്തോഷ് വർക്കിക്ക് അത്ര റീച്ചില്ല. റീച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര റീച്ച് ഉണ്ട്. 1 മില്യൺ 3 മില്യൺ 5 മില്യൺ ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ അതല്ല റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ട്രോള് വരണം. പുള്ളിക്ക് ട്രോള് വരുന്നില്ല. ട്രോൾ എന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ട്രോള് വരുമ്പോൾ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ ഭ്രാന്തൻ എന്ന ട്രോള് വന്നാലും പോലും ഭ്രാന്തനാവും. ഇല്ല, ഒരുപാട് ട്രോള് നമുക്ക് എതിരെ വരുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് വെച്ചാൽ അനിമോളായിട്ട് ഞാൻ ഫോട്ടോ എടുത്താണ്, പക്ഷേ ഈ അഭിലാഷ് ആട്ടായില്ലേ മഹാതെണ്ടിയ. അങ്ങനെ ഇപ്പൊ കൂടെ നടന്ന തെണ്ടിന്ന് വിളിക്കണേ. കാരണം പുള്ളി ടാറ്റ പറയാൻ വേണ്ടി കൊണ്ടുവന്നത്, ടാറ്റ പറയാൻ വേണ്ടി ഇരുട്ടായിരുന്നു ഭയങ്കര രാത്രി. അപ്പൊ അനിമോൾ അവിടെ നിന്നപ്പോൾ അനിമോൾ എന്തോ അസഭ്യം പറഞ്ഞ രീതി എനിക്ക് തോന്നി. ഞാൻ മൈൻഡില്ലേ, ഇപ്പൊ ഞാൻ അവിടെ ഡാൻസ് ഒക്കെ ചെയ്ത് ഷിയാസ് കരീമിന്റെ കല്യാണത്തിന് ടയർഡായിരുന്നു. അപ്പൊ അത് ടാറ്റ പറയാൻ പോയപ്പോ പുള്ളി എന്തോ പിണങ്ങിപ്പോയി, മനസ്സിലായ. അപ്പൊ പുള്ളി അനിമോള് ഇന്റർവ്യൂ കൊടുത്തു. സാധാരണ എന്നെ പറ്റി ആരും അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാത്ത അറിയാല്ല. ഇപ്പൊ ഭാവന പോലും എന്റെ പേര് വരെ പറഞ്ഞില്ല ഏത് ഇന്റർവ്യൂല്. ഇങ്ങനെ ആള് പറഞ്ഞു പോകുന്ന രീതിയിൽ, ഏതോ റിവ്യൂവർ ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒരു രീതിയിലാ പറഞ്ഞു. കാരണം സന്തോഷ് വർക്കിയുടെ പേര് പറയാനായിട്ട് പേടിയില്ല, പക്ഷെ എന്റെ പേര് പറയാനായിട്ട് ആൾക്കാർ ഭയപ്പെടുന്നു. കാരണം എന്താ അറിയോ? നാണക്കേടല്ല, അതിനെ നാണക്കേടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിലൂടെ എനിക്കൊരു ഫെയിം തരണ്ടെന്ന് ഈ നടന്മാർക്ക് ഒരു തോന്നലുണ്ട്. അതാ പറയാത്തല്ല, അത് നാണക്കേട് പഠിച്ചിട്ടല്ല. അല്ലെങ്കിൽ ഇപ്പൊ അമ്മ സംഘടനയിൽ പല രീതിയിലും ചെകുത്താനെയും സന്തോഷ് വർക്കിനെയൊക്കെ കേസ് കൊടുക്കുന്നുണ്ട്. നമ്മൾക്കിത് ഒരു പെറ്റീഷൻ പോലും ഫയൽ ചെയ്യാത്ത നമ്മളോട് എന്താ പറയാ, നമുക്ക് ഡീറിട്ട് കാര്യമില്ലെന്ന് അറിയാം. നമ്മുടെ പ്രായം അതൊക്കെ കൺസിഡർ ചെയ്യുമായിരിക്കും. അതുകൊണ്ടായിരിക്കും പേര് പറയാതെ. അല്ലെങ്കിൽ ഇപ്പോൾ ചെകുത്താനെയും ഉണ്ണി വ്ളോഗ്, പിന്നെ എന്താണ് അശ്വിൻ ഗോക്ക്, ശശാങ്ക്, അവരെയൊക്കെ ഡെയിലി വധിക്കുന്നുണ്ട്. ഈ എന്താ പറയുക ഡാൻസ് ശ്രീനിവാസനൊക്കെ. പുള്ളി എന്താ എൻ്റെ പേര് പറയാത്തത്? കാരണം പുള്ളിക്ക് എൻ്റെ പേര് പറഞ്ഞൊരു പബ്ലിസിറ്റി തരണ്ട, പക്ഷേ പേര് പറഞ്ഞു. കാരണം ഒരു പ്രസ് മീറ്റിൽ അർജുൻ അശോകൻ എന്നെ കണ്ടപ്പോൾ പേര് പറഞ്ഞു. പിന്നെ പുള്ളി എന്നെ കണ്ടപ്പോൾ വേറെ ഒരു പൂജയ്ക്ക് പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്തില്ല. നടന്മാരുടെ മൈൻഡ് വേറെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അശോകൻ ചേട്ടൻ കണ്ടപ്പോൾ മൈൻഡ് ചെയ്തു, മനസ്സിലായ. അപ്പം അവർ മൈൻഡ് മാറിക്കൊണ്ടിരിക്കും. സിനിമ നടനാണല്ലോ എന്ന് പറഞ്ഞ് പുള്ളി സാധാരണക്കാണ് നടക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയാൽ ബാഗൊക്കെ ഇട്ട്, സ്കൂൾ ബാഗില്ല, അതുപോലത്തെ ബാഗ് ഇട്ടിട്ട് ഓട്ടോടി പോകും. അർജുൻ അശോകൻ. അപ്പൊ ബാഗ് വേണമെങ്കിൽ ഒരു അടയ്ക്ക് കൈ പിടിക്കാം. ഇപ്പം ഞാനല്ലേ എന്താണെന്നറിയോ, ഇങ്ങനെ ആട്ടായത് ബാഗ് ഒഴുക്കുള്ളൂ പലപ്പോഴും മീഡിയ ഉണ്ടെങ്കിൽ. എന്താണ് മാനേജറല്ലേ? പുള്ളി ഇനിയിപ്പോ യാത്രയൊക്കെ ബെൻസിലും BMW പോലത്തെ എന്തെങ്കിലും കാറിലൊക്കെ ആയിരുന്നു അടുത്ത മാസം മുതൽ. ബെൻസിലും BMW-ലാണ് താങ്കൾ വരുള്ളൂ. നല്ലൊരു പടം എന്ന് വെച്ചാൽ ദിലീപിന്റെ പടം ഉണ്ടല്ലോ, പ്രിൻസ് ആൻഡ് ഫാമിലി. അതാണ് എന്തായാലും ബെൻസിലേ വരുള്ളൂ. സ്വന്തമായിട്ട് വാങ്ങാൻ പോണത് റെന്റിന് എടുത്തായിരുന്നാണോ? സ്വന്തമായിട്ട് മേടിക്കാൻ പോണത് നമ്മുടെ മാരുതി 800-നെക്കാളും കുറച്ച് മുകളിലുള്ള വണ്ടി, 1.5 ലക്ഷത്തിന്റെ വണ്ടി തൽക്കാലം. വണ്ടിയുടെ പേരെന്താ? കാണിച്ചു തരാൻ പറ്റും. ആൾട്ടോ ആണോ? വാഗനർ. എത്രയോ? 1.50 കിട്ടൂല. 1.50 ഒരു 3-4 രൂപ. അങ്ങനത്തെ ടൈപ്പ് എന്തെങ്കിലും 1.5 എന്നാ പറഞ്ഞ. അതേപോലത്തെ മുകളിൽ കാറിൽ 1.5 എന്നാ പറഞ്ഞു. താങ്കൾ ഇനിയിപ്പോ ഒരു പ്രോഗ്രാം വിളിക്കുകയാണെങ്കിൽ എത്ര രൂപയായിരിക്കും താങ്കളുടെ പേയ്മെന്റ്? പ്രോഗ്രാം എന്ന് വെച്ചാൽ സാധാരണ എന്താ പറയാ, ഈ ഷോപ്പ് ബേസ് ആയിട്ടുള്ള പ്രോഗ്രാമൊക്കെ 3000, 6000, 8000 ഒക്കെയാണ്. പിന്നെ TV പ്രോഗ്രാമിനൊക്കെ ഒരു 10,000, 20,000, 25,000 ഒക്കെ ഇപ്പോ പ്രൊമോഷൻ പറയാനുള്ള കിട്ടുന്നുണ്ടോ? നിങ്ങൾ കിട്ടുന്നില്ലേ? കാരണം മറ്റേ ദിലീപേട്ടർ കൊടുക്കുന്ന പൈസ എത്രയാണ്? കോടികളാ. ഒരു ടി വി ഷോ സീക്കുകൾ എത്ര ദിലീപേട്ടൻ വന്നിരുന്നു. അപ്പൊ ആ ചാനലിൽ തന്നെ ഞാനും സാധ്യതയുണ്ട്. എന്നെ വിളിച്ചിരുന്നു, വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോ എന്തായാലും ഒരു 10-നെപ്പോ എന്തായാലും പ്രമോഷൻ കിട്ടണം. കാരണം നമുക്ക് ഫെയിം എന്തായാലും കൂടുതലുണ്ടല്ലോ, പിന്നെ വരുമാനങ്ങളും അതേപോലെ തന്നെ വരുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി ഒരു 3000 രൂപ ഞാൻ പഠിക്കുന്നില്ലല്ലോ, അറിയാമല്ലോ. പഠിക്കാത്ത ആൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീക്രട്ട് ഏജൻ്റൊക്കെ എത്രയൊക്കെ ഉണ്ടായിരുന്നു, മനസ്സിലായി. സീക്രട്ട് ഏജൻറ്റ്
ശശാമ് കുഞ്ഞു ബ്ലോഗ് ലക്ഷങ്ങളുണ്ട്. പക്ഷെ അത് വെച്ച് നമ്മള് പോപ്പുലർ ആയിട്ടുള്ള നമുക്കിപ്പോ ഒരു BMW കാർ നാളെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു അല്ല സ്ഥലം വിൽക്കാം. 3 സ്ഥലം ഉണ്ടല്ലോ അപ്പൻ്റെ പേരിൽ. അപ്പന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ വാങ്ങാന്നേ ഉള്ളു. പക്ഷെ വീട് വിറ്റ് കഴിഞ്ഞാൽ മറ്റേ വാടക വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ വാങ്ങും എന്തായാലും. അടുത്ത പോലെ എന്തായാലും ഞാൻ 2025 ജനുവരി 26 ഫെബ്രുവരി എടുക്കുമ്പോൾ എന്തായാലും കാർ കിട്ടും. മാക്സിക്കൂടി ആയിരിക്കും പ്രൊമോഷൻ. നിങ്ങൾ പെണ്ണ് കെട്ടാൻ പോണെന്ന് പറയാം. പെണ്ണ് സുന്ദരിയാണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താവും? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? താങ്കൾ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞത് സുന്ദരിയാണ്, 10 ഒരെണ്ണത്തിന് നോക്കി വെച്ചിട്ട് അതിൽ ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യണം. അതന്നെയാണ് ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലാമറുള്ള ആളെ മാത്രമേ കിട്ടുന്നത്. അല്ലാതെ എന്തായാലും കന്നിക്കുസത്തിനെ പുറത്തിട്ടുണ്ടായിരിക്കും. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ആ ഒരു ലുക്കാ ഞാൻ പറഞ്ഞു. ആ ലുക്കിൽ എന്താ പ്രശ്നമല്ലേ? കിട്ടുമ്പോൾ നല്ലത് ഗ്ലാമറായിട്ടുള്ള ആൾക്കാരേക്ക് കിട്ടുന്നത്. അപ്പൊ കന്നിക്കുസത്തി ഗ്ലാമർ അല്ലാന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. ശരിയായിട്ടുള്ള കാര്യമാണ്. മോശമൊന്നുമില്ല. അവർ അവരായിട്ടുള്ള ഫാമിലി ലൈഫ് ഉണ്ടാവും, നമ്മുടെ ആയിട്ടുള്ള ലൈഫ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു പ്രായം 23-30 കണക്കുള്ള പെണ്ണിനെ കിട്ടും. അതിന് മേൽപോട്ട് പോകും. ഈ സൗന്ദര്യം എന്ന സാധനം ഒരുപാട് നീണ്ടു നിൽക്കുന്ന സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ആക്സിഡന്റ് വന്നാൽ തീരാവുന്ന സംഭവത്തിലുള്ള ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ എന്തുകൊണ്ടായിരിക്കും സൗന്ദര്യത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇപ്പൊ താങ്കളായാലും ഒരു പറയട്ടെ, ഇപ്പൊ ആക്സിഡന്റ് പറ്റിയാലും ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങൾ വന്നാലൊക്കെ സൗന്ദര്യം പോകാൻ പറ്റും മനുഷ്യന്റെ. അത് നോക്കിയിട്ട് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത് നല്ല ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ തെറി പറഞ്ഞാലും ഈ എന്താ പറയാ സൗന്ദര്യബോധ്യം ആദിമകാലം തുടങ്ങിയാണ്, രാജാക്കന്മാരുടെ കാലം തുടങ്ങിയാണ്. ഒരു ആണിന് പെണ്ണിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏത് കാര്യം കല്യാണിക്കാൻ പറ്റും. സൗന്ദര്യം ബോധം ഭയങ്കരമായിട്ട് ഉള്ളവനല്ലേ. കാരണം നമ്മൾ കല്യാണത്തിൽ വേണം, പക്ഷെ അത് തന്നെ അത് മാത്രം വേണമെന്നുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ എന്താ പറയാ പാവപ്പെട്ട തുടങ്ങി കാറിൽ വന്ന ആൾക്കാരെ കൊടുക്കാം, സൈക്കിളിലോട്ട് വന്ന ആൾക്കാർ കാറിൽ വന്ന ആൾക്കാർ. ചിലര് ഇപ്പൊ ഇന്ന് തന്നെ ഒരു കാറ് നിർത്തിയിട്ട് വീഡിയോ ഒക്കെ എടുക്കണ്ടേ. അപ്പൊ ആൾക്കാർക്ക് നമ്മളെ എന്താ പറയാ കോമാളി ഇമേജ് മാറി ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളെ കാറൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാണ്. നമ്മള് പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാവ്യമാല പോലെ സുന്ദരമായിട്ടുള്ള പെൺകുട്ടി, അല്ലെങ്കിൽ മീനാക്ഷി ദിലീപായിട്ടുള്ള നമ്മളെ പോലത്തെ സുന്ദരമായിട്ടുള്ള പെൺകുട്ടിയെ കിട്ടാൻ പറ്റും. ദിലീപ് നമ്മളല്ല, ഞാൻ പറഞ്ഞ എക്സാമ്പിളാ. ആ ഒരു സൗന്ദര്യമുള്ളൂ. അല്ല, അവരൊക്കെ വലിയ ആൾക്കാരല്ല, അവരൊക്കെ കഷ്ടപ്പെട്ട് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പറയുന്നില്ല. എനിക്കങ്ങനെ ക്രഷ് പറഞ്ഞു നടക്കാൻ വലിയ താല്പര്യമില്ല. കാരണം എനിക്ക് ഒരുപാട് പേരെ ക്രഷ് തുടങ്ങി പറയാം. കാരണം ഞാൻ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും റിവ്യൂലൊക്കെ ഉള്ളതുകൊണ്ടും ആണെങ്കിൽ ഇപ്പോൾ ആളെ വേണമെങ്കിൽ മനസ്സുകൊണ്ട് റിവീൽ ചെയ്യാം. അതല്ലെന്നേ എന്തായാലും അധികം തടിയും വണ്ണമൊന്നും ഉണ്ടാവും. അത്യാവശ്യം മെലിഞ്ഞ് അത്യാവശ്യം പൊക്കവും വണ്ണവും ഉണ്ടാവും. ഓവറായിട്ടുള്ള ഞാൻ ബോഡി ഷെയിം ചെയ്യുന്നതല്ല, പക്ഷെ എനിക്ക് തടിയുള്ളതുകൊണ്ട് കിട്ടുന്ന പെണ്ണിന് ഒരു എന്താ പറയാ ഒരു ലുക്ക് വൈസ് ഇരിക്കണമെന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ കമന്റ് ബോക്സിൽ നിന്ന് ആൾക്കാർ ചോദിക്കും അതിന് നിനക്ക് എന്ത് സൗന്ദര്യമുള്ളതെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും പൈസ ഉള്ളവരുടെ പുറകെ പെണ്ണുങ്ങളുണ്ട്. കാരണം അത്ര തങ്ങില്ലാത്ത നടന്മാർക്ക് പോലും ക്യാഷ് ഉള്ളവരാണ് കല്യാണം കഴിക്കാൻ പറ്റും. ക്യാഷ് ഒന്നും ഇല്ലാതെ വയ്ക്കുന്നത് 50 ദിവസം കൊണ്ട് ഇറങ്ങിപ്പോണം.